അപ്പോൾ യു എയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കുറച്ച് മാങ്ങകളെ പരിചയപ്പെടാം. ഇതാണ് യമൻ്റെ കൽബത്തൂൽ എന്നുള്ള മാങ്ങ. ഒന്നും കൂടി കളറൊക്കെ ഒരു നല്ല കളർഫുൾ മാങ്ങയാണ്. ഞാൻ കഴിഞ്ഞ തവണ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ലേശം ഫൈബറൊക്കെ ഉള്ള ടൈപ്പ് ഒരു മാങ്ങയാണ്. ഇത് നമ്മുടെ പ്രിയൂർ പേരക്ക മാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന തൃശ്ശൂരുകാരുടെ സ്വന്തം മാങ്ങ. നല്ല മാങ്ങയാണ്, പുഴുക്കേടില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി. മാംഗോ പ്രിയൂർ. ഇത് കൊളംബിയൻ്റെ മാംഗോ ബേബി. അടിപൊളിയാണ്, എപ്പോഴും കോസ്റ്റ്ലിയാണ്. കമ്പാരിറ്റീവ്ലി ചീപ്പ് പ്രൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ. കാണാൻ സൂപ്പറാണ്, പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചന്ദ്രക്കാരനൊക്കെ പോലെയുള്ള ഒരു മാങ്ങയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മാംഗോ യെല്ലോ തായ് എന്നാണ് ഇവിടെ പേരുള്ളത്. ഇതാണ് നമ്മുടെ അങ്കൂർ മാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്യോകമിൻ. ഓക്കെ, അതാണിത്. ഇത് ഈ കളറ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ബാഗിങ്ങിൻ്റെ ഗുണമാണ്. ഓക്കെ, ഇത് ലേശം പച്ചപ്പിലുള്ള ഒരു മാങ്ങയാണ്, ഒരു ഡീസൻറ്റ് മാങ്ങയാണ് കേട്ടോ. നാംഡോക്കിമായി അല്ല ഈ കളറ് കണ്ടിട്ട് താരൻ്റെ മാങ്ങയാണെങ്കിൽ പോലും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കേസർ. കേസറിൽ ഇത് ഏതാണെന്നറിയില്ല, ചെറിയ കേസർ നമ്മുടെ ഗുജറാത്തിൻ്റെ സ്വന്തം മാങ്ങയാണ്. ഇതാണ് കേസറിൻ്റെ ടിപ്പിക്കൽ ഈ ഒരു സാധനം കണ്ടോ. ഇത് മിക്ക കേസറിലും കാണാം. കേസറിനെ തിരിച്ചറിയാൻ കൂടിയുള്ള ഒരു ഇതാണ്. കേസറിൽ തന്നെ ഗിർ കേസർ, ജംബോ കേസർ എന്നൊക്കെ ഒരുപാടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യാസ് പ്രൈഡ് അൽഫോൺസോ വാങ്ങേണ്ടത് കേട്ടോ. നമ്മുടെ അൽഫോൺസോയിട്ട് തന്നെ പ്രീമിയം എന്നാണ് എഴുതിയിട്ടുള്ളത്. മിക്കവാറും നമ്മൾ സിന്ധുദുർഗിൽ നിന്നോ ഇവിടെ നിന്ന് വന്ന മാങ്ങകളാകാം. ഇത് കെൻഡ്, ആള് ഫ്ലോറിഡ സ്വദേശിയാണ്, പക്ഷെ ഇത് പെറൂൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. ശരിക്കും പാകമായിട്ടില്ല. നല്ല കളറ് കയറുന്ന നല്ലൊരു മാങ്ങ ആണ് കെൻഡ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ റെഡ് പാൾമർ, ബ്രസീലാണ് എഴുതിയിട്ടുള്ളത്. പാൾമർ എനിക്ക് തോന്നുന്നു ഫ്ലോറിഡ വെറൈറ്റിയാണ് തോന്നുന്നുണ്ട്. ഇതും ശരിക്കും ഒരു പാകമായിട്ടൊന്നുമില്ല. നല്ലൊരു കളറിങ് ഏജൻ്റാണ്. ചില മാങ്ങളുടെയൊക്കെ ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ചിട്ടുള്ള മാങ്ങയാണിത്. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യയുടെ ലാൽബാഗിന് സ്വദേശം കറക്റ്റ് ഞാൻ മറന്നുപോയി. നമ്മുടെ ഇന്ത്യയുടെ മാങ്ങ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ കോട്ടുകോണം, ചെങ്കവരിക്ക് അതിനോടൊക്കെ ഒരു സാമ്യം തോന്നുന്നുണ്ടല്ലേ. ഇത് മല്ലികയാണ്. ഇവിടെ പേര് എഴുതിയിട്ടില്ല, പക്ഷേ മല്ലിക തന്നെ തോന്നുന്നുണ്ട്. മല്ലിക ഡൗട്ടുണ്ട് എനിക്ക്, മല്ലികയാണോ അത് ശരിയാണെന്നുള്ളത്. ഇതൊക്കെ കണ്ടിട്ട് മല്ലിക പോലെ തന്നെ എനിക്ക് തോന്നുന്നത്. പേര് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ തീരെ പാകമായിട്ടില്ല. ഓക്കെ, പേര് എഴുതിയിട്ടില്ല ഇവിടെ. ഇത് നമ്മുടെ രാജാപുരി പയരി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണിത്. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ തവണ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുന്ന് കഴിച്ചത് എനിക്ക് അത്രയ്ക്ക് പറ്റിയിട്ടില്ല. ഇത് നമ്മുടെ തോത്താപുരി, സേലം, ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. നമ്മുടെ നാട്ടിൽ കൂടുതലും പച്ചക്കാണ് കഴിക്കാറ്. എൻ്റെ സ്വദേശം കോഴിക്കോട് ഫറോക്കാഭാഗത്തൊക്കെ ഇതിന് തത്തമ്മച്ചുണ്ടൻ മാങ്ങ എന്നൊരു പേരും കൂടിയുണ്ട്. ഇത് നമ്മുടെ R2E2, ഓസ്ട്രേലിയയുടെ ജംബോ റെഡ് എന്ന് പറയുന്ന R2E2. ഓക്കെ, ഇത് ഇവിടെ റോങ് നെയിമാണുള്ളത്. ഹിമാപസന്ത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഹിമാപസന്ത് അല്ല കേട്ടോ. ഇത് ഹിമാപസന്ത് അല്ല. അവിടെ ഉള്ള പേര് നോക്കേണ്ടത്. അത് കറക്റ്റ് ഏതാണെന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഹിമാപസന്ത് അല്ല. ഇത് ഹിമാപസന്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് വെരിഫൈ ചെയ്ത്. ഹിമാപസന്ത് അല്ല, എന്താണെങ്കിലും ഏതാണെന്ന് പേര് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ യമൻ്റെ മാങ്ങ, തൈമൂർ. നല്ല മാങ്ങയാണ് കേട്ടോ. പോളിഎംബ്രിയോണിക് സീഡാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ കായ്ച്ചതായിട്ട് അതൊന്നുമില്ല, പക്ഷെ അത്രയ്ക്കാണ്ട് മൂപ്പറ്റാത്ത മാങ്ങകളാണിത്. പക്ഷെ നല്ല മാങ്ങയാണ്. ഇത് നമ്മുടെ ബംഗനപ്പള്ളി, ഇന്ത്യയിൽ നമ്മുടെ GI ടാഗൊക്കെ ഉള്ള മാങ്ങയാണ്. ഇതിന് ഇവിടെ ബദാമി എന്നാണ്. ബദാമിയും ബംഗനപ്പള്ളിയും രണ്ടാണെന്നാണ് മാംഗോ വിദഗ്ധർന്നൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ള. ബദാമി നട്ടൊരു വേറെ മാങ്ങ, നമ്മുടെ അൽഫാൻസോയോട് സാമ്യമുള്ള ഒരു മാങ്ങ കർണാടക സ്റ്റേറ്റിലിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് ആക്ച്വലി ബംഗനപ്പള്ളിയാണ്. ഇത് ഞാനിവിടെ കാഴ്ചയിൽ അതിസുന്ദരവും കഴിക്കുമ്പം ഒട്ടും ടേസ്റ്റിനോട് നീതി പുലർത്താതായിട്ട് തോന്നിയിട്ടുള്ള മാങ്ങകളൊന്നാണ് കേട്ടോ ബംഗനപ്പള്ളി.
അപ്പോൾ ഇതാണിപ്പം ഇവിടെ നിലവിൽ യുവിൽ ഇത് ഞാൻ ക്യാരി ഫോർഡാണ് ഈ വീഡിയോ എടുക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മാങ്ങകളൊക്കെ പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ, വീണ്ടും കാണാം.